Hello കൂട്ടുകാരെ PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. The first term of an AP is -5 and the last term is 45. If the sum of the terms of the AP is 120, then find the number of terms at the common difference. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. The first term of an AP is -5. A1 equals to -5. The last term is 45. So L equals to 45. If the sum of the terms of the AP is 120, that is Sn equals to 120, then find the number of terms at the common difference. കണ്ടുപിടിക്കേണ്ടത് number of terms n and common difference d. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം Snന്റെ ഫോർമുലയിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Sn equals to n by 2 into a plus L. Sn is 120 equals to n by 2. A is -5 plus L is 45. 120 equals to n by 2 into -5 plus 45 is 40. രണ്ടു കൂടെ ഒന്ന് കട്ട് ചെയ്യാം. 4ൽ 2 ടൈംസ് ഈ 0 അങ്ങോട്ട് എഴുതാം. 2ൽ 2 1 ടൈം. ഇപ്പോൾ 120 ഈക്വൽസ് ടു n ഇൻറ്റു 20, ദാറ്റ് ഈസ് 20 n എന്ന് കിട്ടിയിട്ടുണ്ട്. n ഈക്വൽസ് ടു 120 ബൈ 20. ഈ 0യും 0യും ക്യാൻസൽ ചെയ്യാം. 12ൽ 2 6 ടൈംസ്, 2ൽ 2 1 ടൈം ഈക്വൽസ് ടു 6. അപ്പോൾ നമുക്ക് n ഈക്വൽസ് ടു 6 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് d ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് L equals to a plus n minus 1 into d എന്ന ഫോർമുല യൂസ് ചെയ്യാം. ഈ വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L is 45 equals to a is -5 plus n is 6 minus 1 into d. 45 equals to -5 plus 6 minus 1 is 5. 5 into d is 5d. 5d equals to 45 plus 5 equals to 50. 5d equals to 50. d equals to 50 by 5. 5ൽ 5 1 ടൈം ഈ 0 ഇങ്ങോട്ട് എഴുതാം. 5ൽ 5 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 10. d equals to 10 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് ആൻസർ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഹെൻസ് നമ്പർ ഓഫ് ടേംസ് n equals to 6 and common difference d equals to 10. മനസ്സിലായല്ലോ. PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.